CPM ആറാട്ടുപുഴ കിഴക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM ആറാട്ടുപുഴ കിഴക്കേക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും അനുമോദനവും സംഘടിപ്പിച്ചു. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി സഖാവ് പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പടുത്തുയർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ധീരനായിട്ടുള്ള വിപ്ലവകാരിയാണ്. ആലപ്പുഴയിൽ ഒരു വീട്ടിൽ ഒളിവിലിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സഖാവ് പി കൃഷ്ണപിള്ളയാണ് 1940 സഖാവ് VSന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വം കൊടുത്തത്. കൃഷ്ണപിള്ളയെ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനൊരിക്കലും മറക്കാൻ കഴിയുന്ന ആളല്ല. കേരളത്തിലെ തൊഴിലാളി വർഗത്തിനൊരിക്കലും മറക്കാൻ കഴിയുന്ന ആളല്ല. 1930 കാലഘട്ടങ്ങളിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ നിരവധി സമര പോരാട്ടങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന കാലഘട്ടം കൂടി. 1930 ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഐതിഹാസികമായിട്ടുള്ള ഒരു സമരം നടന്നു. ആ സമരമെന്ന് പറയുന്നത് ഉയർത്തിയ മുദ്രാവാക്യം, നിങ്ങൾ നോക്കൂ, ഏത് മേഖലയാണ് ഈ കേരളത്തിനകത്ത് മാറാതെ നിൽക്കുന്നത്? ഈ കേരളത്തിലെ ഏത് മേഖലയിലാണ് കഴിഞ്ഞ 9 വർഷക്കാലത്ത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിൽ മാറ്റമുണ്ടാവാതെ? UDFകാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, കോൺഗ്രസുകാരോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച്, ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിനകത്ത് വികസനമെത്താത്ത ഏതെങ്കിലും ഒരു മേഖല ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാകുമോ? ഇത് ഇടതുപക്ഷത്തിന്റെ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും കോൺഗ്രസുകാരൻ ഈ കേരളത്തിനകത്തുണ്ടാകും? നിങ്ങൾ UDF നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നോക്കൂ, നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നോക്കൂ. അപവാദ കഥകളും അപവാദ പ്രചരണങ്ങളും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നതല്ലാതെ ക്രിയാത്മകമായി ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി എന്തെങ്കിലും ഒരു വിമർശനം കേരളത്തിനകത്ത് ഇവരാരെങ്കിലും ഉയർത്തുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇത് രാഷ്ട്രീയ വിശദീകരണ യോഗമായതുകൊണ്ട്, ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയമായതുകൊണ്ട്, ഈ കനകക്കുന്നിലെ അല്ല, ഈ കേരളത്തിനകത്തെ എല്ലാ UDFകാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. കനകക്കുന്നിലെ കോൺഗ്രസുകാരെ, നിങ്ങൾ ഈ കേരളത്തിനകത്ത് നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മുന്തിയ കോൺഗ്രസ് നേതാവിനെ കനകക്കുന്നിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ 2011 മുതൽ 2016 വരെയുള്ള UDF ഗവൺമെന്റിനെയും 2016 മുതൽ 2025 വരെ തുടർച്ചയോടെ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെയും താരതമ്യം ചെയ്ത് ഒരു പ്രസംഗം നടത്താൻ തയ്യാറായാൽ നിങ്ങളെ അഭിനന്ദിക്കാൻ ഞങ്ങൾ തയ്യാറാവും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാം. SFI സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ശിവപ്രസാദിനെ അനുമോദിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം സതീശൻ സ്വാഗതം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദി ബേബി, ഏരിയ സെക്രട്ടറി K വിജയകുമാർ, ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് താഹ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ബ്രാഞ്ച് സെക്രട്ടറി B സുരേഷ് കുമാർ കൃതജ്ഞത പറഞ്ഞു.